ഹലോ, ഗുഡ് ഈവനിങ്. കലാശക്കൊട്ടിൽ നാം ഏറ്റവും അവസാനം പരിശോധിക്കാൻ പോകുന്നത് കനത്ത പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരവും വടകരയുമാണ്. ആദ്യം നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് ഒരു ത്രികോണ മത്സരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇക്കുറി പഴയതുപോലെയല്ല കാര്യങ്ങൾ. അങ്ങനെ പ്രത്യക്ഷമായ ട്രെൻഡുകളില്ല. പക്ഷേ കനത്ത മത്സരം അവിടെ നടക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയുന്നത്. എന്തായാലും നോക്കാം തിരുവനന്തപുരം. ശശി തരൂർ. എന്തുകൊണ്ട്? 15 വർഷം ചെയ്ത കാര്യങ്ങൾ വെച്ച് ലോകസഭയിലായിരുന്നാലും ഒരുപാട് ബില്ലുകൾ അവതരിപ്പിച്ചു. ശശി തരൂരിനെ ജയിക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഇല്ല, രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. അല്ല, പുതിയൊരു വികസന കാഴ്ചപ്പാട് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. 15 വർഷം ഒരാൾ ഭരിച്ചു, ഇനി അടുത്ത പുതിയ ആൾക്ക് വരട്ടെ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു അഭിപ്രായം. വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ടൈറ്റ് മത്സരമാണോ തിരുവനന്തപുരത്ത്? ടൈറ്റ് മത്സരമാണ്. ഇവർ പന്തിൻ രവീന്ദ്രൻ ജയിക്കാനാണ് സാധ്യത. ടൈറ്റ് മത്സരം എന്ന് പറയുമ്പോൾ 15 വർഷം ശശി തരൂർ ഇവിടെ നമ്മുടെ പാർലമെന്റിനെ പ്രതിനിധീകരിച്ച് പോയിട്ട് ഇദ്ദേഹം പറഞ്ഞ പോലെ കുറേ ഹൈമാക്സ് ലൈറ്റ് വെച്ചതല്ലാതെ എടുത്തു പറയത്തേക്ക വികസന പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. പന്ന്യൻ രവീന്ദ്രൻ ജയിക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം. ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരനായിരിക്കും എന്നുള്ളതാണ്. ശശി തരൂർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വെളിയിൽ അധികം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളല്ല. അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷ അങ്ങനെയൊന്നുമില്ല. ഏത് സൈഡിലേക്കും ചായ. AR സാജു തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സാജു, ഏത് സൈഡിലേക്കും ചായ എന്നുള്ളതാണോ തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ? ഏത് സൈഡിലേക്കും ചായാനുള്ള എല്ലാ ചേരുവകളുമുള്ള ഒരു പോരാട്ടമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ സമയത്ത് സിറ്റിംഗ് എം പിയായ ശശി തരൂരിനെതിരായ ഒരുപാട് വികാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അതേപോലെ നിലനിൽക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, തിരുവനന്തപുരത്തെ എപ്പോഴും മത്സരഫലത്തെ നിർണയിക്കുന്നത് ഒന്ന് അപ്പർ ക്ലാസ് നഗര കേന്ദ്രീകൃത വോട്ടുകളാണ്. ഈ വോട്ടുകൾ BJPക്കും UDFനും ഇടയിൽ രണ്ടായി പിളർന്നു പോകുന്നതാണ് നമുക്ക് സാധാരണഗതിയിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന അതിനെ മറികടക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ശശി തരൂർ തീരദേശ മേഖലകളിൽ നിന്നും മുസ്ലിം ന്യൂനപക്ഷ മേഖലകളിൽ നിന്നും ലഭിച്ച പിന്തുണയിലൂടെയായിരുന്നു. ഈ രണ്ടിടത്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം തുടങ്ങുന്ന സമയത്ത് എതിർപ്പുണ്ടായിരുന്നത്. എന്നാൽ അതിനെ ഈ ഘട്ടത്തിൽ മറികടക്കാൻ ശശി തരൂരിന് ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം BJP പേടി തന്നെയാണ്. മറ്റൊന്ന്, ഈ മണ്ഡലത്തിൽ നിർണായകമായി സ്വാധീനിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് IT മേഖല അടക്കമുള്ള യുവാക്കളുടെ വോട്ടാണ്. അത് ഒരു കാര്യമാത്ര പ്രസക്തമായ വോട്ടുകൾ ഉണ്ട് താനും. അത് ഇത്തവണ ഒരു 60-40 എന്ന നിലയിൽ ഒരു ശതമാനമായി വിഭജിച്ചു പോകാനുള്ള സാധ്യതകളും വളരെയുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തെ മത്സരത്തെ കരുത്തുറ്റതാക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ 3ാം സ്ഥാനത്തേക്ക് LDF പോയിട്ടുണ്ടെങ്കിലും ഇത്തവണ LDFനായി പന്ന്യൻ രവീന്ദ്രൻ എത്തുന്നു. ഒരു സൗമ്യമുഖമായ സ്ഥാനാർത്ഥി, മുമ്പ് അട്ടിമറി വിജയം തിരുവനന്തപുരത്ത് നേടിയിട്ടുള്ള സ്ഥാനാർത്ഥി. അന്ന് K കരുണാകരന്റെ DICയുടെ പിന്തുണയുണ്ടായിരുന്നു എന്നത് മറ്റൊരു വസ്തുത. പക്ഷേ ഇതിന്റെ ആദ്യഘട്ടത്തിൽ LDFന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് പുറകോട്ടായിരുന്നു. കാരണം ആറ്റിങ്ങലിൽ CPMന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനാർത്ഥിയായതോടുകൂടി CPM നേതാക്കളൊക്കെ അവിടെ കേന്ദ്രീകരിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ജയിക്കാൻ വേണ്ടിയാണ് തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥിയെ നിർത്തിയാക്കിയിരുന്നത് എന്നും ഈ മണ്ഡലത്തിന്റെ ചുമതലയുള്ളവർ ഇവിടെ പ്രവർത്തനങ്ങളിൽ സജീവമാകണമെന്നും നിർദ്ദേശം നൽകി. അതോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് LDFന്റെ ഭാഗത്തു നിന്നും മണ്ഡലത്തിലുണ്ടായത്. പ്രത്യേകിച്ച് CPM നേതാക്കൾ അവർ സ്ഥാനാർത്ഥിക്കൊപ്പം വീടുകൾ കയറിയും സ്ഥാനാർത്ഥിയുടെ മുഴുവൻ പ്രചരണ പരിപാടികളിലും സാന്നിധ്യം കൊണ്ടും സ്വീകരണത്തിനൊക്കെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടത്തെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ മത്സരത്തെ ഒരു ത്രികോണ മത്സരമായി തന്നെ ഈ അവസാന നിമിഷവും നിലനിർത്തുന്നു. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് തുടക്കത്തിലുണ്ടായിരുന്ന പോലെയല്ല. അവർ സംസ്ഥാനത്തെ ഇപ്പോൾ ഏക A ക്ലാസ് മണ്ഡലം എന്ന നിലയിൽ തിരുവനന്തപുരത്തെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവിധ ശക്തിയും അവരുടെ ഊർജ്ജ സ്രോതസ്സുകൾ എല്ലാം കൂടി തിരുവനന്തപുരത്തേക്ക് പ്രയോഗിക്കുന്നതാണ് അവസാനമായ ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ
തനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന എതിർപ്പുകളെ മറികടന്നു കൊണ്ടുപോകാൻ ശശി തരൂരിന് ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം BJP സ്ഥാനാർത്ഥിയും ഇപ്പോൾ ഒരു തിരിച്ചടി ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം പലരോടും സംസാരിക്കുമ്പോൾ CPM ക്രോസ് വോട്ട് ചെയ്യാൻ പോകുന്നു എന്ന ആശങ്കയൊക്കെ പങ്കുവെക്കുന്നിടത്തേക്ക് ഉണ്ടായിരിക്കുന്നത്. കാരണം പ്രചരണ രംഗത്ത് ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ രാജീവ് ചന്ദ്രശേഖരൻ ഒരു പുതിയ ആളായിട്ടാണ് മണ്ഡലത്തിലേക്ക് വന്നതെങ്കിലും ത്രികോണ മത്സരം നടക്കുന്ന ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളോട് ഞങ്ങൾ ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിന് അവർ നൽകിയ ഉത്തരങ്ങൾ നോക്കാം. വമ്പിച്ച ഭൂരിപക്ഷം കൊടുക്കുമെന്നാണ് പറയുന്നത്. വിജയത്തെ ചോദ്യമേ അവർ ചോദിക്കുന്നില്ല. വിജയം നമ്മൾ തന്നെയാണ്. BJP 3-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്ത് ഇടതുപക്ഷം, 2-ാം സ്ഥാനത്ത് UDF, 3-ാം സ്ഥാനത്ത് BJP. ആ കാര്യം മറച്ചു വെച്ചുകൊണ്ട് BJPയെ ചൂണ്ടിക്കാട്ടിച്ച് നമുക്ക് കിട്ടേണ്ട വോട്ടുകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. നല്ല സെൻസ് കിട്ടുന്നുണ്ട്. ജനങ്ങൾക്ക് മടുത്തു, ജനങ്ങൾക്കൊരു ചേഞ്ച് വേണം, ഒരു മാറ്റം വേണമെന്ന് അവരെന്നെ പറയുന്നത്. ഈ 15 വർഷക്കാലം ഞാൻ ചെയ്തതിൻ്റെ അത്ര നമ്മുടെ ചരിത്രത്തിൽ ഏത് MP ക്കും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ നാഷണൽ ഹൈവേ ബൈപ്പാസ്, നമ്മുടെ വിഴിഞ്ഞം തുറമുഖ്, UAE കോൺസുലേറ്റ്, നെയ്യാറ്റിൻകരയിൽ പാസ്പോർട്ട് സേവ കേന്ദ്ര, റെയിൽവേ വികസനം, 100,000 കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇറങ്ങി നമ്മുടെ തിരുവനന്തപുരം ജനങ്ങളുടെ ആവശ്യമുള്ളവർക്ക് വേണ്ടി സംസാരിച്ചു. 40 മാസം കൊണ്ട് തലസ്ഥാനത്തിന് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിൽ പോയി ഒരുപാട് കാര്യങ്ങൾ കാണത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത ഒരാളെക്കുറിച്ചാണ് പറഞ്ഞത്. എന്തിനു മത്സരിക്കുന്നു? അതിനർത്ഥം എന്താ? ഒരു പുച്ഛ സ്വരമാണ്, മറ്റൊരു അഹങ്കാരത്തിൻ്റെ സ്വരമാണ്. ഇന്ത്യയിൽ നടക്കുന്ന ആ പുരോഗതിയും വികസനം നമ്മുടെ തിരുവനന്തപുരത്തിനും കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുന്നത്. MP മുഖ്യമന്ത്രിയല്ല, MP കേന്ദ്രമന്ത്രിയല്ല, MP ആണ്. പക്ഷേ എൻ്റെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് അറിയണം. കാരണം ഞാൻ തിരുവനന്തപുരത്തിൻ്റെ ശബ്ദം പാർലമെന്റിൽ കേൾപ്പിക്കാനാണ് പോകുന്നത്. ദേശീയത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട വിഷയത്തിലും ഞാൻ നമ്മുടെ മതേതരത്വത്തിൻ്റെയും നമ്മുടെ ബഹുസ്വരതയും ഒരു സ്വരമായി മാറിയ ഒരാളാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരായി ഒരു തൻ്റെയിടത്തോടെ നിശ്ചയദാർഢ്യത്തോടെ അവരോട് കണക്ക് പറയാൻ കോൺഗ്രസ് ഇല്ല. ചന്ദ്രയാനും INS വിക്രാന്തും ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ്റെ എല്ലാ പ്രോഗ്രാം അദ്ദേഹമാണ് ചെയ്തതെന്ന്. അതാണ് 15 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു പെർഫോമൻസ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ചന്ദ്രയാനും കൂടിക്കോട്ടെ അല്ലേ. PT നാസറുണ്ട് ഈ മണ്ഡലത്തിന്റെ വിശകലനം നടത്താൻ. HUD എഡിറ്റർ PD നാസർ ചേരുന്നു. നാസർ, ത്രികോണ മത്സരമാണ്, അത് മുമ്പും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇക്കുറി എന്താണ് ഈ മത്സരം കടുപ്പിക്കുന്നത്? ഇക്കുറി മത്സരം കടുപ്പിക്കുന്നത് ഈ ത്രികോണ മത്സരം എന്ന് പറയുമ്പോൾ 3 തരം വിരുദ്ധ വികാരങ്ങൾ തമ്മിലുള്ളൊരു മത്സരം ആണ് എന്നുകൂടി കാണാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ മറ്റു പല മണ്ഡലങ്ങളിലും കാണുന്നത് പോലെ LDF സ്ഥാനാർത്ഥി ഒരു ഭരണവിരുദ്ധ വികാരം കൂടെ നേരിടുന്നുണ്ട്. സംഗതി കേന്ദ്രത്തിലേക്കാണ് മത്സരമെങ്കിലും കേരളത്തിൽ എന്തോ ഒരു പക്ഷേ LDF സ്ഥാനാർത്ഥികളുടെ കഷ്ടകാലം കൊണ്ടായിരിക്കാം പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെയുണ്ട്. ഇതിനോടൊപ്പം തന്നെ മറ്റ് 2 തരത്തിൽ, ഇപ്പം ശശി തരൂരിനാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന അത്ര ഒരു ഓറ ഇല്ല. നേരത്തെ അദ്ദേഹം ആദ്യം വന്നിരുന്ന കാലത്ത്, 2ാമത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു അതിഭയങ്കരമായ പ്രതിച്ഛായ മറ്റൊരു സ്ഥാനാർത്ഥിക്കും കേരളത്തിൽ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥികൾക്കും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വലിയ പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അതിത്തവണ ഇല്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ MP-ക്കെതിരെയും ഒരു MP വിരുദ്ധ വികാരം ആ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. അത് കുറേയൊക്കെ അദ്ദേഹം വികസനത്തിനോട് അത്ര വലിയൊരു ഇപ്പം സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റുണ്ടായിരുന്നു. MP എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയല്ല, MP എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രിയല്ല, MP മാത്രമാണ്, സംസാരിച്ചാൽ മാത്രം മതി, കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എന്നുള്ള ഒരു വികാരമാണ് അദ്ദേഹത്തിനുള്ളത് എന്നൊരു ധാരണ അവരുടെ പഠനത്തിന് കാരണമുള്ള ഒരു MP വിരുദ്ധ വികാരം ഉണ്ട്. പിന്നെ ഈ ചന്ദ്രശേഖരനാണെങ്കിൽ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു രാജീവ് ചന്ദ്രശേഖരൻ വിരുദ്ധ വികാരമില്ലെങ്കിലും വളരെ ശക്തമായ മോദി വിരുദ്ധ വികാരത്തെ അദ്ദേഹം തടയേണ്ടതുണ്ട്. ഇപ്പം ഇന്നലെ തന്നെ പ്രകാശ് രാജ് പറഞ്ഞല്ലോ, മോദിയുടെ വിദൂഷകനാണ് ഇവിടെ മത്സരിക്കുന്നത്. അങ്ങനെ ഒരു മോദി വിരുദ്ധ വികാരം, ശശി തരൂർ വിരുദ്ധ വികാരം, ഈ കേരള സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം തുടങ്ങിയ 3 വിരുദ്ധ വികാരങ്ങൾ തമ്മിലുള്ളൊരു മത്സരമാണ് അവിടെ നടക്കുന്നത്. അതിൽ ഈ പറയുന്ന ത്രികോണ മത്സരത്തിൽ ഈ പന്ന്യൻ രവീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എന്തൊക്കെ പറഞ്ഞാലും ശരി, ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ അദ്ദേഹം കുറച്ച് പുറകിലാണ് എന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ പറയുന്ന ഒരു പ്രശ്നം, ഈ CPM-ൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി തൊട്ടടുത്ത ആറ്റിങ്ങലിൽ മത്സരിക്കുകയും CPM-ൻ്റെ കേഡർമാർ മുഴുവൻ അങ്ങോട്ടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തതോടുകൂടി തന്നെ ഈ LDF സ്ഥാനാർത്ഥി അല്പം പുറകിലായിട്ടുണ്ട്. അത് പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ടെങ്കിലും കുറച്ചും പുറകിലാണ്. പിന്നെ നടക്കുന്ന ഒരു കടുത്ത മത്സരം ശശി തരൂരും ഈ രാജീവ് ചന്ദ്രശേഖരനും തമ്മിലാണ്. ആ മത്സരത്തിൽ തന്നെ
കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഈ ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം നമുക്കറിയാം. ഏതാണ്ട് ഒരു 70% ഒരു നഗര സ്വഭാവമുള്ള മണ്ഡലമാണ്. അപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ മുൻപ് മുമ്പ് കൗൺസിലർമാരായ ഈ ആഗ്രഹിക്കുന്നവരും അടക്കം ഏതാണ്ട് ഒരു 30ഓളം കോൺഗ്രസ് നേതാക്കളെ, ഒരു ചെറുകിട എന്ന് പറയാൻ പറ്റാത്ത തരത്തില്ല, KPCC ഭാരവാഹിത്വം മുതൽ താഴോട്ട് ഒരു 30ഓളം കോൺഗ്രസ് നേതാക്കളെ ഈ BJP പക്ഷത്തേക്ക് കൊണ്ടുപോകാനും അവരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അണിനിരത്താനും BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെ കടുത്ത മത്സരം തന്നെ BJPക്ക് കൊടുക്കുന്നുണ്ട്. BJP ഇത്തവണ ശശി തരൂരിന് കൊടുക്കുന്നുണ്ട്. ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ നടക്കുന്ന ഒരു കട്ടയ്ക്ക് കട്ട, ഇഞ്ചോട് ഇഞ്ച് എന്നൊക്കെ പറയുന്ന മത്സരമാണ് ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൻ്റെ ചിത്രം അപകടകരവുമാണ്. ശരി.